ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നാഷണൽ പ്രസിഡന്റിന്റെ കാലാവധി ജെ.പി. നദ്ദയുടെ കാലാവധി, അദ്ദേഹം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ആഗസ്റ്റ് 24-ന് 2024 അവസാനിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വർഷം കൂടെ നീട്ടിക്കൊടുക്കുകയായിരുന്നു. എന്തായാലും ഓഗസ്റ്റ് 15-ന് പുതിയ അധ്യക്ഷൻ വരും എന്നാണ് ഇപ്പോൾ PTI ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മാസത്തെ സമയമില്ല. ഓഗസ്റ്റ് 15-ന് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്ന BJP. ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, BD ശർമ്മ, മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയ പുരുഷന്മാരുടെ പേരും, അതുപോലെ തന്നെ വനിതകളായിട്ടുള്ള നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, പുരന്തേശ്വരി ആന്ധ്രയിൽ നിന്നുള്ള വലിയ നേതാവാണ്, വാനില എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാടിൽ നിന്നുള്ള എന്താണ് നേതാവുണ്ട്, കോയമ്പത്തൂർ നിന്നുള്ള ജനപ്രതിനിധിയാണ് വാനില ശ്രീനിവാസൻ. അപ്പോൾ അത്തരത്തിൽ ഒത്തിരി ആളുകളുടെ പേരുകൾ കേൾക്കുന്നു. എന്തായാലും ഓഗസ്റ്റ് 15-ന് ഇത് പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി വിദേശത്ത് നിന്ന് പോയി വന്നാൽ ഉടൻ പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു പത്രങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി പോയിട്ട് വന്നു, അപ്പോഴും പ്രഖ്യാപിച്ചില്ല. കേരളം പോലുള്ള സ്റ്റേറ്റുകളിൽ ഭാരവാഹി പട്ടികകളൊക്കെ പുറത്തു വന്നു. അതുപോലെ തന്നെ ഗവർണർമാർ പലരെയും മാറ്റി. ഇപ്പോൾ ഗോവ ഗവർണറെയൊക്കെ വെച്ചു, ഗണപതി രാജിയൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ അഡ്വക്കേറ്റ് PS ശ്രീരംപിള്ള സാറിൻ്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം മാറി. അങ്ങനെ ഗവർണർമാരെ പലരെയും വെച്ചു. അതുപോലെ തന്നെ പലർക്കും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് നമ്മുടെ സദാനന്ദൻ മാസ്റ്ററും ഒക്കെ രാജ്യസഭയിലേക്ക് വന്നത്. അങ്ങനെ രാജ്യസഭയിലേക്ക് 4 പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രോസസ്സുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് വരേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ ഈ BJPയുടെ നാഷണൽ പ്രസിഡന്റ് ആര്, അതോടൊപ്പം കേരളത്തിൽ ഒരു പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ന്യൂനപക്ഷ മോർച്ച, മഹിളാ മോർച്ച, ABVP, അതുപോലെ തന്നെ കർഷക മോർച്ച, ഇതിൻ്റെയൊക്കെ ഭാരവാഹികളെ കേരളത്തിലും പ്രഖ്യാപിക്കാനുണ്ട്. എന്തായാലും അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഭാരവാഹി പട്ടികകൾ, BJPയുടെ ഭാരവാഹി പട്ടിക വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഗൗരവതരത്തിൽ ഈ കാര്യങ്ങളെ ആലോചിക്കാം. എന്തായാലും ഓഗസ്റ്റ് 15-ന് BJPയുടെ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാനോ, ഭൂപേന്ദ്ര യാദവ്, ശിവരാജ് സിംഗ് ചൗഹാൻ ഇവരെല്ലാം മന്ത്രിമാരാണ്. അതുപോലെ തന്നെ മനോഹർ ലാൽ ഖട്ടർ, BD ശർമ്മ വലിയ സീനിയർ നേതാവാണ്. അങ്ങനെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ, പിന്നെ സ്ത്രീകൾ, വനിതകളെയും ആരെയാണ് വയ്ക്കുക എന്നറിയില്ല. അതോ ഇനി RSS കൊടുക്കുന്ന മറ്റേതെങ്കിലും പേരുകൾ, നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പേര് വരുമോ എന്നറിയില്ല. എന്തായാലും BJP പല ഘട്ടങ്ങളിലും ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, പേരുകളിലും ആളുകളെ വയ്ക്കുന്നതിലുമൊക്കെ. അതുപോലെ തന്നെ ഒരു അത്ഭുതമായി അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ വൃത്തങ്ങളിൽ സാധാരണ ചർച്ച ചെയ്യാത്ത പേരുകൾ ഉൾപ്പെടെ വന്നാലും അത്ഭുതമില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പാർട്ടിയാണ് BJPയും RSSും ഒക്കെ. തീർച്ചയായിട്ടും ഓഗസ്റ്റ് 15-ന് നമുക്ക് ദേശീയ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.